മാധ്യമ പ്രവർത്തനം എളുപ്പപ്പണിയാണെന്ന് കരുതുന്നവരാണ് നാട്ടിൽ അധികവും പേരും. സമൂഹത്തിൽ ആദരവും അംഗീകാരവും ലഭിക്കുന്ന മാന്യമായ തൊഴിൽ, എവിടെയും കയറി ചെല്ലാം, ആരോടും ചോദ്യങ്ങൾ ചോദിക്കാം, കാഴ്ചയിൽ എന്ത് സുന്ദരമായ തൊഴിൽ. അതുകൊണ്ടാണല്ലോ ഗൾഫ് രാജ്യങ്ങളിൽ പാർട്ട് ടൈം ജോലി മാധ്യമ പ്രവർത്തനമായി ചിലരെങ്കിലും എടുത്തു സംരക്ഷിക്കുന്നത്. എന്നാൽ സ്വന്തം കഴിവുകൊണ്ട് മാത്രം സമൂഹം അംഗീകരിക്കുന്ന മാധ്യമ പ്രവർത്തകരും ഈ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അതിലൊരാളാണ് അൻവർ മൊയ്തീൻ. മലപ്പുറം എടപ്പാൾ മാനൂർ സ്വദേശി അൻവർ മൊയ്തീന് ബഹ്റൈനിലെ പ്രവാസി മലയാളികൾക്കിടയിൽ ഒരു ആമുഖം ആവശ്യമില്ല. അറബ്, ഇംഗ്ലീഷ്, മലയാള മാധ്യമങ്ങൾക്കും വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾക്കും അൻവറിനെ അറിയാം. സദാ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന അൻവർ മൊയ്തീന് അത്ര പുഞ്ചിരിയില്ലാത്ത കുറെ തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബഹ്റൈനിലെ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ. സാഹസിക മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി പല വാർത്തകളും പുറത്തു കൊണ്ടുവന്നപ്പോൾ ലഭിച്ച മർദ്ദനങ്ങളും വധഭീഷണിയും പോയ കാലങ്ങളിലെ പീഡാനുഭവങ്ങൾ അൻവറിനെ ചവിട്ടി മെതിച്ചിട്ടുണ്ട്. എങ്കിലും പിറകോട്ടില്ല, ശക്തമായ നിലപാട് തന്നെയാണിത്. അറബ് മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഫോട്ടോ ജേർണലിസത്തിലൂടെ തന്റെ മാധ്യമ ഭ്രമം പ്രാവർത്തികമാക്കുന്നതിന്റെ അനുഭവകാണ്ഡമാണ് നാം കാണുന്നത്. മലപ്പുറത്തു നിന്നും 16-ാം വയസ്സിൽ ബഹ്റൈനിലെത്തി, പിന്നെ തന്റെ കഠിനാധ്വാനത്തിലൂടെ ബഹ്റൈനിലെ അറബ് ദേശീയ പത്രങ്ങളിൽ ശ്രദ്ധേയനായ ഒരു യുവ മാധ്യമ പ്രവർത്തകന്റെ അനുഭവങ്ങളിലൂടെയുള്ള യാത്ര. എല്ലാ ചരിത്രത്തിലും അങ്ങനെയും ഒരു ഭാഗമുണ്ട്. കഠിനാധ്വാനത്തിലൂടെ കഴിവ് അംഗീകരിക്കപ്പെടുന്നവരുടെ കഥകൾ പറയൽ. അതാണ് അൻവർ മൊയ്തീന്റെ നേർരേഖാചിത്രം പറയുന്നത്. വളരെ വിചിത്രവും കൗതുകകരവുമാണ് അൻവർ മൊയ്തീന്റെ ജീവിതം. 10-ാം ക്ലാസ് മാത്രം പഠനം. അൻവറിന്റെ ബാപ്പ സൗദിയിലായിരുന്നു. എന്നാൽ അൻവർ തെരഞ്ഞെടുത്തത് ബഹ്റൈനായിരുന്നു. ഒരു അമ്മാവന്റെ സഹായത്തോടെ 16-ാം വയസ്സിൽ അൻവർ ബഹ്റൈനിലെത്തി. വന്ന ഉടൻ പഠനം പൂർത്തിയാക്കാൻ നോക്കി, നടന്നില്ല. എങ്ങനെയൊക്കെയോ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. ഒരു അറബ് വംശജന്റെ വീട്ടിലെ ഡ്രൈവർ, ഹൗസ് ഡ്രൈവർ. ഞാനൊരു ഹൗസ് ഡ്രൈവറുടെ വിസക്കാണ് വന്നത്. അവിടുത്തെ വീട്ടിലെ ഡ്രൈവറായിട്ടാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അവിടെ ഒരു 3-3.5 കൊല്ലത്തോളം ജോലി ചെയ്തു. പിന്നെ അവരുടെ വീട്ടിൽ ജോലി ഇല്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ അവരെന്നെ എന്നെ കൊണ്ടുപോയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ കൊണ്ട് ജോലിക്കാക്കി തന്നു. അങ്ങനെ ഒരു 4 കൊല്ലത്തോളം അങ്ങനെ അവിടെ ജോലി ചെയ്തു. പെട്ടെന്നാണ് സുപ്രഭാതത്തിൽ എനിക്കൊരു സുഹൃത്തിനെ വൈലിച്ച് കണ്ടു. അപ്പോൾ അവന്റെ കയ്യിൽ ക്യാമറ എല്ലാം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ അവനോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വിളിക്കും. അപ്പോൾ വീട്ടിലേക്ക് വരും അവന്. അപ്പോൾ ക്യാമറ കൊണ്ടുവന്ന് നോക്കുമ്പോൾ അവനറിയാതെ പല ക്ലിക്കുകളൊക്കെ ഞാൻ ഇവിടുന്നൊക്കെ എടുക്കും. അപ്പൊ അവനും എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു. എങ്ങനെ വെച്ചാൽ അവർ തൽക്കാലം ഒരു പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് തന്നു അവന്റെ മാഗസിനിൽ തന്നെ. മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെയ്യുന്ന തൊഴിൽ അത്ര എളുപ്പത്തിലുള്ളതോ സുഗമമോ അല്ല എന്നതാണ് ആ തൊഴിൽ ഏറ്റെടുക്കുമ്പോൾ അറിയുന്നത്. പുറമേ കാണുമ്പോൾ എളുപ്പം, സുന്ദരം, ആകർഷകമായ തൊഴിൽ. എന്നാൽ ഓരോ വാർത്തയും ചുരുങ്ങിയത് 10 പേരെങ്കിലും ശത്രുക്കളാക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇതൊരു സാഹസ മാധ്യമ പ്രവർത്തനത്തിന്റെ പിന്നാമ്പുറ യാഥാർത്ഥ്യമാണ്. അൻവർ ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് എന്ന നിലയിൽ വാർത്തയും ഫോട്ടോയും സ്വയം തയ്യാറാക്കി അറബ്, ഇംഗ്ലീഷ്, മലയാളം പത്രങ്ങൾക്ക് നൽകുമ്പോൾ പലപ്പോഴും ആക്രമണങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. നോ പെയിൻ ടു ഗെയിൻ, വേദനയില്ലാത്ത നേട്ടമില്ല എന്ന തത്വം അൻവറിനെ മുന്നോട്ടേക്ക് നയിക്കുന്ന ഘടകമാണ്. ജീവൻ നഷ്ടപ്പെട്ട് പോകേണ്ടുന്ന വിധത്തിൽ 5 തവണ ഭീകരമായ ആക്രമണം അൻവർ നേരിട്ടിട്ടുണ്ട്. 2012 ജനുവരിയിൽ ഇന്ത്യൻ പ്രവാസികൾ ആക്രമിക്കപ്പെടുന്ന വാർത്ത നൽകിയപ്പോൾ 2 അറബ് യുവാക്കൾ ചേർന്ന് തല്ലിയിട്ടു. അതേ വർഷം ഏപ്രിലിൽ ഒരു സ്വദേശിയെ ചിലർ ആക്രമിക്കുന്ന ഫോട്ടോ എടുത്തതിന്റെ പേരിൽ വീണ്ടും മർദ്ദനം. പിന്നെ വീടുകളിലെ ഇറച്ചി അവശിഷ്ടവും മറ്റും പൊതുസ്ഥലത്ത് കൊണ്ടിടുന്ന ഫോട്ടോ എടുത്തതിന്റെ പേരിൽ കൊടിയ മർദ്ദനം. ഇന്ത്യൻ തൊഴിലാളികളുടെ ദയനീയ അവസ്ഥ എഴുതുകയും ഫോട്ടോ നൽകുകയും ചെയ്തപ്പോൾ അറബ് യുവാക്കൾ വളഞ്ഞിട്ട് തല്ലി. മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി അൻവർ ഇങ്ങനെ ഒട്ടേറെ മർദ്ദനങ്ങളും ഭീഷണികളും സഹിച്ചിട്ടുണ്ട്. ഒട്ടകങ്ങള്, കുതിരകള്, ഇങ്ങനെയുള്ളതൊക്കെ കൊണ്ടുവന്ന് ഗ്രൗണ്ടിൽ എറിയുക, ചത്തു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ സ്മെല്ലുകൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഒരുപാട് തവണ എനിക്ക് മർദ്ദനം കിട്ടി. 5 തവണയോളം മൊത്തം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു വട്ടം വളരെ സീരിയസ് ആയിട്ടായിരുന്നു. 2013 തലയിൽ അടിച്ച് പൊളിച്ചു. പിന്നെ കൈ വെട്ടിയിട്ട് ഇതാക്കി. പിന്നെ കത്തി കൊണ്ടൊരു കുത്തിവിടെ കിട്ടി. പിന്നെ ബാക്ക് ഭാഗമൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. കേവലമായ മാധ്യമ പ്രവർത്തനത്തിന് പകരം സാമൂഹിക നന്മയും സാമൂഹ്യ സേവനവും അടിസ്ഥാനമാക്കിയുള്ള മാധ്യമ പ്രവർത്തനമാണ് ഏറെ പ്രയോജനം ചെയ്യുക ഗൾഫ് രാജ്യങ്ങളിൽ. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറുന്ന അവസ്ഥ. ഞങ്ങൾ ഗൾഫ് ഫോക്കസിലും ഗൾഫ് ന്യൂസിലും ഈ അടിസ്ഥാന കാര്യം നടപ്പിലാക്കാറുണ്ട്. ഗൾഫിലെ മിക്ക മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ആരും സഹായിക്കാനില്ലാത്തവർക്ക് ഒരു അത്താണി. അൻവർ മൊയ്തീൻ 3 ഭാഷാ പത്രങ്ങൾക്ക്
വാർത്ത നൽകുന്നതിനോടൊപ്പം വാർത്തകൾക്കപ്പുറത്തുള്ള സാമൂഹ്യ സേവനവും നടത്തുന്നു. 4 കുട്ടികളുമായി ഒരു ബഹ്റൈനി വീട്ടമ്മ 6 മാസക്കാലം ഒരു കാറിൽ ജീവിച്ച അനുഭവകഥ. വിവാഹമോചിതയായ ആ സ്ത്രീയും കുട്ടികളും നിർത്തിയിട്ട കാറിൽ രാപ്പകൽ കഴിഞ്ഞുകൂടി. അൻവർ ഫോട്ടോ വാർത്തയാക്കി അത് മാറ്റി. ബഹ്റൈൻ ഗവൺമെന്റ് ഇതറിഞ്ഞ് അവർക്ക് താമസിക്കാൻ ഒരു ഇടം നൽകി. അതുപോലെ ഒരു ബഹ്റൈൻ സ്വദേശി വീടില്ലാത്തതിനാൽ ഒരു ബോട്ടിൽ കിടന്നുറങ്ങുന്ന ഫോട്ടോവും വാർത്തയും, അതും ഏറെ ശ്രദ്ധേയമായി. ഏഷ്യൻ വംശജരുടെ നിരവധി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് അൻവർ മൊയ്തീനാണ്. എല്ലാവരും പറയും ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തനം നടക്കാനുള്ള ഒരു അവസരമില്ല, നാട്ടിലാണ് ഇല്ലാതെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. ഇവൻ ഞാൻ ചെയ്യുന്ന ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവനൊരു വെള്ളം പൊട്ടി റോഡിലൂടെ ഒലിക്കുന്നത് കണ്ടാൽ കൂടെ ഞാനത് ഫോട്ടോ എടുത്ത് അതിന്റെ റിപ്പോർട്ട് ഉണ്ടാക്കി അതാത് ഏരിയയിലെ മുനിസിപ്പൽ കൗൺസിലർമാരെയും പാർലമെന്റ് എംപിമാരും വിവരം അറിയിച്ച് അതിനുള്ള നടപടിയെടുക്കുകയും കൂടെ ഞാൻ പബ്ലിഷ് ചെയ്തിട്ട് തന്നെ അതിന് നടപടിയെടുപ്പിക്കുന്നുണ്ട്. സാധാരണ മാധ്യമ പ്രവർത്തകർക്ക് അവാർഡും ബഹുമതിയും ലഭിക്കുമ്പോൾ അത് സമൂഹം നൽകുന്ന അംഗീകാരമായി മാറുന്നു. മികച്ച മാധ്യമ പ്രവർത്തകരായി സമൂഹം അംഗീകരിക്കുമ്പോൾ അതുവരെ ചെയ്ത സാഹസികമായ മാധ്യമ പ്രവർത്തനം ലക്ഷ്യത്തിലെത്തി എന്ന് ബോധ്യം വരുന്നു. യഥാർത്ഥത്തിൽ ഗൾഫിലെ സാമൂഹ്യ സേവനവും മാധ്യമ പ്രവർത്തനവും ഒന്നു തന്നെയാണ്. അവാർഡുകൾ നൽകുമ്പോൾ ആ അവാർഡുകൾ ഇനിയും ശക്തമായ രീതിയിൽ തുടർ മാധ്യമ പ്രവർത്തനം, സാമൂഹ്യ സേവനം നടത്താനുള്ള പ്രചോദനമായി മാറുകയാണ്. അതുവരെ അനുഭവിച്ച വേദനകൾക്കുള്ള ആശ്വാസം. അൻവർ മൊയ്തീന് ഒട്ടേറെ അവാർഡുകളും അംഗീകാരങ്ങളും ബഹുമതികളും ബഹ്റൈനിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ദേശീയ, അന്തർദേശീയ, പ്രാദേശിക സംഘടനകൾ വഴി ബഹ്റൈൻ ഗവൺമെന്റ് നിരവധി പുരസ്കാരങ്ങൾ, പലസ്തീൻ സംഘടനയുടെ അവാർഡ്, ആന്ധ്ര സംഘടനയുടെ അവാർഡ്, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ദേശഭാഷാ വ്യത്യാസമില്ലാത്ത അംഗീകാരങ്ങൾ. അൻവർ മൊയ്തീന്റെ സാഹസിക മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് ബഹ്റൈൻ ഗവൺമെന്റിന്റെ അൽ വതൻ പത്രത്തിന്റെ ചീഫ് എഡിറ്റർ യൂസഫ് ബിൻ ഖലീൽ പറയുന്നത് ഇങ്ങനെ: Muhyiddin Anwar, he is the first Indian journalist ബഹ്റൈനിലെ അറബ് വാർത്താ മേഖലയിൽ ഹെഡ് ഓഫ് ഫോട്ടോഗ്രാഫി സ്ഥാനം വഹിക്കുന്ന ആദ്യ ഏഷ്യൻ ജേർണലിസ്റ്റാണ് അൻവർ മൊയ്തീൻ എന്ന് അൽ വതൻ പത്രത്തിന്റെ ചീഫ് എഡിറ്റർ യൂസഫ് ബിൻ ഖലീൽ പറഞ്ഞു. ഭാവിയിലെ മികച്ച മാധ്യമ പ്രവർത്തകനായി അൻവർ മാറുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. Day by day, I found him a professional journalist. ബഹ്റൈനിലെ സീനിയർ മാധ്യമ പ്രവർത്തകരും ഡെയിലി ട്രിബ്യൂൺ ഇംഗ്ലീഷ് പത്രത്തിന്റെ ചീഫ് എഡിറ്ററുമായ സോമൻ ബേബി. അൻവറിന്റെ വളർച്ചയിൽ അഭിമാനം കൊള്ളുന്ന സോമൻ ബേബി. ആരും പോകാൻ മടിക്കുന്ന സ്ഥലത്ത് ഓടിയെത്തുവാൻ അൻവറിന് ഒരു മടിയില്ല. അനേകർക്ക് വേണ്ടി അദ്ദേഹം ഫോട്ടോ എടുക്കുന്നതോടൊപ്പം തന്നെ ആവശ്യമുള്ളവരെ സഹായിക്കുവാനും അൻവർ ഓടിയെത്താറുണ്ട്. അതുകൊണ്ട് അൻവറിന്റെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും അഭിവാദനങ്ങളും ഞാൻ നേരുന്നു.